നമ്മുടെ പ്രിയങ്കനായ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ രാജു അദ്ദേഹമുണ്ട്, മുരളി സാറുണ്ട്, എം പി ജയകുമാറുണ്ട്, എ നീലലോകാസൻ നാടാറുണ്ട്, സതീഷ് കുമാറുണ്ട്. എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. 66,000 വോട്ടിന്റെ ഭൂരിപക്ഷം LDF-നാണ്. അതാണ് അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ വിജയിക്കാൻ പോവുകയാണ്. നിങ്ങളോട് ഒരു കാര്യം ശക്തമായി പറയുകയാണ്. ഇക്കുറി തിരുവനന്തപുരം തിരിച്ചു പിടിക്കണം, നല്ല ഒന്നാം തരം സ്ഥാനാർത്ഥി ആണ്. LDF തന്നിരിക്കുന്നത് അഭിമാനകരമായ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് തിരിച്ചിങ്ങ് തരണം. സഹാവ് സി ദിവാകരന്റെ സഹചാരിയാണ്. തിരഞ്ഞെടുപ്പ് വിജയം, സമീപകാല ചരിത്രം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഏറ്റവും അവസാനം നെടുമങ്ങാട് മത്സരിച്ചപ്പോൾ പലരുടെയും നെറ്റി ചുരുങ്ങി. പക്ഷേ ഫലം വന്നപ്പോൾ ചുളിഞ്ഞ എല്ലാം നിവർന്നു. പക്ഷേ നമുക്ക് അമിതവിശ്വാസം അരുത്. കോങ്കണ്ണുകളുമായി നടക്കണം. നമ്മുടെ ഒരു വോട്ട് പോലും പോകരുത്. മാത്രവുമല്ല, അപ്പുറത്തു നിന്ന് ഇപ്പുറത്തേക്ക് വലിക്കണം. അതിന് അയൽവാസികളുമായി നിരന്തരം ഇടപെടണം. അത് വളരെ സൗഹൃദമായി തന്നെയാവണം. അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. സഖാവ് ദിവാകരൻ വിജയിക്കേണ്ടത് ദിവാകരന്റെ ആവശ്യമല്ല, നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യവുമാണ്. സംഘപരിവാറിനെ അധികാരത്തിൽ നിന്ന് ഇറക്കണം. പകരം മതനിരപേക്ഷത പാലിക്കുന്ന സർക്കാർ അധികാരത്തിൽ വരണം. അതാണ് ഇക്കുറിയിലെ ഏറ്റവും പ്രധാന കാര്യം. അതിന് ലോക്സഭയിൽ ഇടതുപക്ഷത്തിന്റെ നമ്പർ വർദ്ധിച്ചേ തീരൂ. മാത്രമല്ല, സർക്കാർ രൂപീകരണത്തിൽ ഇടതുപക്ഷം നിർണായകമാകണം. മതനിരപേക്ഷ സർക്കാരിന്റെ കാര്യത്തിൽ കോൺഗ്രസിന് നമ്പാൻ കൊള്ളില്ല. നിങ്ങൾ കാണുന്നില്ലേ, കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് കൂട്ടപലായനം നടക്കുകയാണ്. മെലിഞ്ഞാന്ന് വരെ AICC ഓഫീസിലെ പ്രാമാണികമായിരുന്ന വടക്കൻ മേഖല ഇത്തരം വെളുത്തപ്പോൾ കക്ഷി BJP-യിലെ തിണ്ണയിൽ ഇന്ന് ഞാൻ, നാളെ നീ, ഇതാണ് പുള്ളിക്കാരൻ. കോൺഗ്രസുകാരോട് പറയുന്നത് നല്ലൊരു സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള സെറ്റിനെ നമ്പാൻ പറ്റുമോ? ലോക്സഭയിൽ ഇടതുപക്ഷത്തിന്റെ അംഗബലം ശക്തമാവണം. നല്ലൊരു സർക്കാരിന് വേണ്ടിയുള്ള ഗ്യാരണ്ടി അത് മാത്രമാണ്. നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 5 കൊല്ലം ഭരിക്കുകയായിരുന്നില്ല, കേരളത്തെ കൊള്ളയടിക്കുകയായിരുന്നു.
റാഫേൽ വിമാന കച്ചവടം അഥവാ പകൽ കൊള്ള എന്നാണ് പറയേണ്ടത്. കേരളീയരെ വെളിച്ചത്ത് കൊണ്ടുവന്ന അവർക്കെതിരെ മോഷണക്കുറ്റം ചുമത്തി ജയിലിലാക്കാനാണ് നീക്കം. ജനങ്ങളെ വർഗീയതയുടെ ഇരുട്ടിലാക്കുക, ആ മറവി രാജ്യം കൊള്ളയടിക്കുക, ഇതാണ് കഴിഞ്ഞ 5 വർഷം നടമാടിയത്. RSS ന്റെ മറുവശമാണ് SDPI. UDF നേതാക്കൾ ഇരുട്ടത്ത് അവരുടെ പിന്തുണ പോയത് രാഷ്ട്രീയ തീക്കളിയാണ്. BJPയുടെ അതേ പാതയിൽ തന്നെയാണ് UDFും ഇന്ന് ഇത് വിളിച്ചോടുന്നു. അത് നിർത്തുന്നതാണ് നല്ലത്. BJPയുടെ അതേ വർഗീയ രാഷ്ട്രീയം കോൺഗ്രസ് നയിക്കുന്ന UDFും കളിക്കുകയാണ്. അപകടകരമായ ഈ തീക്കളി ജനങ്ങൾ നിങ്ങളെ പാഠം പഠിപ്പിക്കും. കേരളത്തിൽ LDF വളരെ മുന്നിൽ എത്തിയിട്ടുണ്ട്. കേരള സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് നീങ്ങുന്നു. ഈ മുൻകൈ നിലനിർത്തി പ്രവർത്തനം ശക്തിപ്പെടുത്തിയാൽ ഒരു സംശയവും വേണ്ട, കേരളത്തിൽ LDF തരംഗം വീണ്ടും വീശും.